വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് സെപ്റ്റംബർ 15 ഓണാണല്ലേ. അപ്പം ഓണത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇത്. ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, എന്നാലും എനിക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് ഞാൻ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി ഞങ്ങൾ പൂവൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. അന്ന് നല്ലോണം ലേറ്റായി. പപ്പ ടൗണിൽ നിന്ന് വരണോണ്ട് പപ്പ വരുമ്പോഴാണ് പൂ നമുക്ക് കിട്ടുക. അപ്പം നല്ല തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് പപ്പ അന്ന് നല്ല ലേറ്റായിട്ടാണ് വന്നത്. ഒരു 12:45 ആയിട്ടുണ്ട് വന്നപ്പോൾ. അപ്പോഴാണ് നമുക്ക് പൂവൊക്കെ കിട്ടിയത്. പിന്നെ നമുക്കിങ്ങനെ ടൈം നോക്കിയിടാം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൂക്കളം ഇടണം എന്ന് മാത്രം. ഇപ്പം അത്തം തൊട്ട് 10 ദിവസം തിരുവോണം വരെ ഒന്നും പൂക്കളം ഞങ്ങൾ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ അന്നാണ് നമ്മൾ പൂവിടാറുള്ളൂ, തിരുവോണത്തിൻ്റെ അന്ന്. അപ്പം അന്ന് തലേന്ന് ഞങ്ങൾ ഇതൊക്കെ ഇട്ട് വെച്ച് സെറ്റായി, പൂക്കളൊക്കെ ഇട്ടു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഓണത്തിൻ്റെ അന്നാണ് കേട്ടോ ഇത്, സെപ്റ്റംബർ 15 ഞായറാഴ്ച. എല്ലാവരും ഭയങ്കര ധൃതിയിലാണ്. അമ്മയും അമ്മച്ചിയൊക്കെ ഭയങ്കര തിരക്കിലാണ് കറികളൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിൽ കറികൾ ഇത്തിരി വേണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സാധാരണ ഒരു അവിയൽ, സാമ്പാർ, എന്തെങ്കിലും ഒരു ഉപ്പേരി അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ സദ്യ. ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവരും എന്താ പറയുക, രണ്ടീശ കറികൾ വെച്ച് വെക്കാം എന്ന് ഏറ്റു. അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ എന്തിനാ വെറുതെ ഇരിക്കണം, അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന്. അങ്ങനെ ഞാനും കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് പായസം നമ്മൾ ഉണ്ടാക്കുകയൊന്നുമല്ല ചെയ്തത്, പപ്പ മേടിക്കുകയാണ് ചെയ്തത്. അപ്പം 3 തരം പായസം ഉണ്ടായിരുന്നു. പാലട, പരിപ്പ്, പിന്നെ അടപ്രഥമൻ, അങ്ങനെ 3 തരം പായസമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കിച്ചടി പച്ചടിയൊക്കെ വെക്കാനുള്ള ധൃതിയിലാണ് അമ്മച്ചി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കാബേജ് എന്താ പറയുക ഉപ്പേരി, അതുപോലെ കാളനും ഞാൻ വെക്കാം എന്ന് ഞാൻ ഏറ്റു. അപ്പോൾ കാളൻ റെഡിയായി. അങ്ങനെ എല്ലാം നമ്മൾ നേരത്തെ പള്ളിയിൽ 6 മണിയുടെ കുർബാനയ്ക്കൊക്കെ പോയതുകൊണ്ട് തന്നെ, നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ ഒരു 12 മണിയാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ കറികളും ഒക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കറി: കൂട്ടുകറി, പയറുപ്പേരി, പിന്നെന്താ സാമ്പാർ, അവിയൽ, പച്ചടി, കിച്ചടി, കാളൻ, അവിയൽ, അതൊക്കെ അങ്ങനെ ക്യാബേജ്, അങ്ങനെ കുറേ കറികൾ, ഇഞ്ചമ്പുളി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇപ്പം കൂട്ടുകറിയൊക്കെ. ഞാൻ ഓരോന്നോരോന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ പറയാൻ വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തത്. ഇഞ്ചമ്പുളി നമ്മൾ നേരത്തെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പായസം കാണിച്ചാണ്. പായസം ഓൾറെഡി മേടിച്ചുകൊണ്ട് നമുക്ക് പിന്നെ പായസത്തുമ്മയ്ക്കൊരു പായസപ്പണി എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ടി വന്നില്ല. 3 തരം പായസം പപ്പ മേടിച്ചുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ പാലട, പരിപ്പും അടപ്രഥമനും. അപ്പോൾ പാലട ഞങ്ങൾ പിള്ളേരാണ് പാലട കഴിക്കുക, പിന്നെ ഉള്ളവർക്കൊക്കെ പാലട വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ പായസമൊക്കെ വന്ന അന്ന് തന്നെ, അതായത് ഓണത്തിൻ്റെ അന്ന് തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സദ്യ: പയറുപ്പേരി, അവിയൽ, ക്യാബേജ്, അതുപോലെ പപ്പടം, കാളൻ, അവിയൽ, പിന്നെന്താ അങ്ങനെ എല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഞാൻ ചോദിച്ചു, ഞാൻ ഓരോന്നോരോന്ന് എടുത്തെടുത്ത് പറയണില്ല, വോയിസ് ഓവർ കൊടുക്കണോണ്ട് തന്നെ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഓണസദ്യ കേട്ടോ. അപ്പോൾ ഓണസദ്യയൊക്കെ ഞങ്ങൾ 1 മണിയായപ്പോൾ കഴിച്ചു. അങ്ങനെ പിന്നെ വൈകിട്ടാണ്, രാത്രിയാണ് ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആൻറ്റി വന്നപ്പോൾ ആൻറ്റിയുടെ മോളും കൂടെ വന്നത്. അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പിറ്റേ ദിവസമായപ്പോൾ എൻ്റെ വലിയ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ആൻറ്റിയുടെ മോളും പിന്നെ മോളുടെ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ KFC കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഓപ്പൺ ചെയ്യണം എന്നുള്ളതിലാണ് എല്ലാവരും ഇരിക്കണത്, അതിനെ ചുറ്റിപ്പറ്റി. അപ്പോൾ അത് തുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും ഇരിക്കണത്. അങ്ങനെ അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുവന്ന് പിന്നെ ഇത് കഴിക്കാനുള്ള ധൃതിയിലായി, കാരണം പിള്ളേരെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നേരത്തെ വെച്ച് പിന്നെ എല്ലാവർക്കും ഈക്വലായി ഡിവൈഡ് ചെയ്ത്, ഇല്ലെങ്കിൽ അവിടെ അടി പൊട്ടും. അപ്പോൾ ഈക്വലായി ഡിവൈഡ് ചെയ്ത് എല്ലാവരും കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വന്നിട്ട് ഇഷ്ടമൊക്കെ ആയി. അപ്പോൾ ഞാൻ KFCയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തതാണ്. ഇത് ഓണത്തിൻ്റെ അന്നല്ല, പിറ്റേ ദിവസം, അതായത് തിങ്കളാഴ്ചയാണ് കേട്ടോ ഇതുണ്ടായത്. പിന്നെ മിട്ടുവിന് ഇങ്ങനെ അമ്പിളീനെ കിട്ടിയതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുണ്ണീനെ എടുത്തിട്ട് ഇതുപോലെ നടക്കലായിരുന്നു. അവന് ഭയങ്കര
കാര്യമാണ്. അപ്പം അങ്ങനെ നടക്കലായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് പിന്നെ ചോറ് കഴിക്കണതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈവനിങ് ആയപ്പോഴത്തേനും നമ്മുടെ പ്രസവത്തിൻ്റെ പലഹാരങ്ങളൊക്കെ നിരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർക്ക് ചായയൊക്കെ കൊടുത്തു. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്ക് ലഡും ജിലേബിയൊക്കെ ഭയങ്കര മധുരമുള്ളതല്ലേ, അപ്പോൾ ഭയങ്കര കാര്യമാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അപ്പം ഇവള് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് അമ്പിളീനെ. അപ്പോൾ അമ്പിളീനെ എല്ലാവരും അമ്പിളിയാണ് മെയിൻ അട്രാക്ഷൻ, സെൻറ്റർ ഓഫ് ദ അട്രാക്ഷൻ എന്ന് പറയുന്നത് അമ്പിളിയാണ്. അപ്പോൾ അമ്പിളീന്നാണ് വിളിക്കുക. അവളുടെ പേര് എസ്റിൻ ജോ എന്നാണ് അവളുടെ പേര്. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിരുന്ന് ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു 6:30 ആയപ്പോഴത്തേനും ഇവർ പോയി. അതായത് വലിയ ആൻറ്റിയും ചേച്ചിയും ഉണ്ണികളൊക്കെ പോയി. അത് കഴിയുമ്പോഴേക്കും കുഞ്ഞാൻറ്റിയുടെ, അതായത് ഇന്നലെ വന്നു എന്ന് പറഞ്ഞ ആൻറ്റിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളും ഒരു 6:30 6:45 ആളെയും കൊണ്ടുപോയി കേട്ടോ. പിന്നെ ഇവൻ ആൻറ്റിയുടെ മൂത്ത മോനാണ്. അപ്പോൾ അവൻ ബൈക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും പോയി. എല്ലാവരും അന്ന് തന്നെ പോയി, ആരും നിന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ പോണ ആൻറ്റി ഓണത്തിൻ്റെ അന്ന് ഈവനിങ് വന്നതാണ്. എന്നിട്ട് നിന്നു. എന്നിട്ടിപ്പോൾ തിങ്കളാഴ്ച അവരവരുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണത്തിന് ആൻറ്റിയും പിള്ളേരും ആൻറ്റിയുടെ പിള്ളേരുടെ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും അത്രയും നേരം നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായി എല്ലാവരും പിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് ഉണ്ടായിരുന്ന ആകെ ഒരു സങ്കടം എന്ന് പറയുന്നത് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ അടുത്തല്ലേ ഇപ്പോൾ പ്രസവത്തിൻ്റെ ചടങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടന് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ചേട്ടന് വരാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല എന്ന് അറിയണതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓൾറെഡി അന്ന് പ്രസവത്തിൻ്റെ സമയത്തേ വന്ന ടൈമിൽ തന്നെ ഞങ്ങൾ കുറച്ച് ഓണത്തിന് എടുക്കാൻ പറ്റിയ കുറച്ച് ഫോട്ടോസൊക്കെ സെറ്റ് സാരിയും ഒക്കെ എടുത്തിട്ട് ഞാനും ചേട്ടനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് എല്ലാവരും ഇടുമ്പോൾ പിന്നെ നമുക്ക് ഫോട്ടോ ഇടാണ്ട് ഇനി വേണ്ട എന്നുള്ള രീതിയിൽ അന്ന് എടുത്തു വെച്ച ഫോട്ടോസാണ് ഒരുമിച്ച്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.